നമ്മുടെ ഓണം റിലീസുകളിൽ ഗുണ്ടും മത്താപ്പൂവും പൂത്തിരിയും എല്ലാം ഉണ്ട്. ഏതാണ് ഗുണ്ട് ഏതാണ് പൂത്തിരി, ആ വിഷയത്തിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. ലോക ഇൻഡസ്ട്രി ഹിറ്റടിച്ചു അല്ലെങ്കിൽ അടിക്കാൻ പോകുന്നു, അത് സമ്മതിക്കാൻ കഴിയാത്ത ഫാൻസ് ഹൃദയപൂർവ്വത്തിനെ തള്ളി തള്ളി കയറ്റുന്നുണ്ട്. നിലവിൽ 30 കോടി വരെ തള്ളി, ഈ പോക്ക് പോയാൽ 50 വരെ ആവാം. ബുക്ക് മൈ ഷോ ചെക്ക് ചെയ്താൽ തന്നെ അറിയാം അവസ്ഥ എന്നാന്ന്. സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോ ഹൃദയപൂർവ്വം, എല്ലായിടത്തും പോസിറ്റീവ്. കണ്ടു, ഒന്നുമില്ല, നിർവികാരത, പഴയ വീഞ്ഞ് പുതിയ കുപ്പി. സത്യൻ സാറിന് പറ്റിയ എഴുത്തുകാരില്ല, സ്ഥിരം ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആളുകളില്ല. തിലകൻ, ഇന്നസെൻ്റ്, നെടുമുടി, KPC ലളിത, അങ്ങനെയുള്ള ആരും തന്നെ ഇന്നില്ല. ഒരു ടീ ടൈമിലോ ലഞ്ച് ടൈമിലോ ഹാപ്പിയായി സത്യനന്ദിക്കാട് മൂവി TV-യിൽ എൻജോയ് ചെയ്ത് കണ്ടിരുന്ന കാലം പോയി. അല്പം വിഷമത്തോടെ ആ സത്യം ഇനി അംഗീകരിക്കുക. ഒന്നുമില്ലാത്ത സ്റ്റോറി. ഒരാൾ ഹാർട്ട് സ്വീകരിക്കുന്നതും ഡോണറുടെ ഫാമിലിയുമായി വളരെ നാടകീയമായി ക്ലോസ് ആവുന്നതും, നായകൻ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലവ് അട്രാക്ഷനൊക്കെ തോന്നുന്നു. ആവശ്യത്തിനും അനാവശ്യത്തിനും ഫിലോസഫി, കോമഡി കാണിച്ച് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഗീത്, സിദ്ദിഖ്, ആക്ടിംഗ് ആണെന്നും പറഞ്ഞ് എന്തോ കാണിച്ചു കൂട്ടുന്ന മാളവിക മോഹൻ, ഭാഗ്യലക്ഷ്മിയുടെ വോയിസിന് താളം ചവിട്ടുന്ന ക്രിഞ്ച് ആക്ടിങ്ങുമായിട്ട് സംഗീത മാധവൻ. മോഹൻലാലിന് ചെയ്യാനുള്ള ഒന്നും തന്നെയില്ല, എന്നാലും പുള്ളി മോശമാക്കിയില്ല. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് നല്ല ലാഗ്, മടുപ്പിച്ച് മുഷിപ്പിച്ച് നീട്ടി അങ്ങനെ യാതൊരു ലോജിക്കുമില്ലാത്ത ഹാർട്ട് സർജറി കഴിഞ്ഞയാളുടെ ഫൈറ്റ് സീൻ. ഒരു അവയവം ഒരാളിൽ നിന്ന് സ്വീകരിക്കുന്നു. ആരുടെ അവയവമാണോ സ്വീകരിച്ചത് അയാളുടെ മോൾക്ക് നിങ്ങൾ അച്ഛനാവണം, ഭാര്യയ്ക്ക് ഭർത്താവണം. ഈ ചിന്താഗതി അപ്പാടെ എഴുതി കൂട്ടി വെച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ, അതൊക്കെ തെറ്റല്ലേ മോനെ എന്നും പറയുന്ന ഒരു തേഞ്ഞ സ്റ്റോറി ഫാമിലി ഓഡിയൻസിന് വർക്കാകുമായിരിക്കാം. ബട്ട് ലോക പോകുന്ന പോക്കിൻ്റെ 7 അയലത്ത് വരില്ല ഹൃദയപൂർവ്വം. പക്ക OTT മെറ്റീരിയൽ. 1 ടൈം വാച്ചാണോ എന്നത് നിങ്ങളുടെ ആസ്വാദനത്തെ അപേക്ഷിച്ചിരിക്കും. ഇനി ലോക ചാപ്റ്റർ 1 ചന്ദ്ര. സിനിമ കൊള്ളാം. സിനിമോട്ടോഗ്രാഫി, ഡയറക്ഷൻ, VFX, സ്റ്റണ്ട് മലയാളത്തിൽ നിന്ന് ഇതുവരെ വന്നതിൽ ബെസ്റ്റ് സൂപ്പർ ഹീറോ മൂവിയാണ്. പാൻ ഇന്ത്യൻ ലെവലിലും കത്തുന്നുണ്ട്. വളരെ നല്ലത്. കല്യാണി അടുത്ത സൂപ്പർ സ്റ്റാറായി PR ചെയ്യുന്നവരോട് കുറച്ച് ഫൈറ്റ് സീൻസ് ചെയ്തു, ലുക്കൊക്കെ ഒന്ന് കൂട്ടി എന്നല്ലാതെ കല്യാണി പഴയ പോലെ തന്നെയല്ലേ. നസ്ലിനാണ് എൻ്റർടൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വലിയൊരു യൂണിവേഴ്സിൻ്റെ ആദ്യ ചാപ്റ്റർ മാത്രമാണ് ഒരു തുടങ്ങിവയ്പ്. ഇതിൽ കൂടുതലൊന്നും ചെയ്യാനുമില്ല. സണ്ണി വേൻ്റെ കടമറ്റത്ത് കത്തനാർ കിടിലനായിരുന്നു. വില്ലൻ സാൻഡി മാസ്റ്റർ അത്ര ഭയങ്കരമായിട്ടൊന്നും തോന്നിയില്ല. ചന്തു, അരുൺ ഇവരുടെ പെർഫോമൻസ് പോരാ. എല്ലാ ഹൊറർ പടത്തിലെയും പോലെ പേടിക്കാനും എന്തടേ എന്ന് ചോദിക്കാനും വേണ്ടി 2 പേര്. ഒരു സിനിമ ഹിറ്റടിച്ചാൽ അതിൽ അഭിനയിച്ച സൂപ്പർ സ്റ്റാറിനെ അല്ലെങ്കിൽ സംവിധായകനെ പൊക്കിയടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രൊഡ്യൂസറിൻ്റെ പേരിൽ PR നടത്തുന്ന വളരെ വളരെ മികച്ച ഒരു അനുഭവമായിരുന്നു. നരസിംഹം ഹിറ്റായപ്പോൾ ആന്റണി പെരുമ്പാവൂരിനെ പൊക്കിയടിച്ചാൽ എന്തായിരുന്നു? അപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഒരു സിനിമ എഴുതി ഡയറക്റ്റ് ചെയ്ത് തിയേറ്ററിൽ പ്രേക്ഷകർ അംഗീകരിക്കുന്ന അവസ്ഥയാക്കുന്നത് മേക്ക് ചെയ്തവൻ്റെ കഴിവാണ്. മുടക്കിയ ക്യാഷ് അല്ല, കണ്ടന്റാണ് അവിടെ പ്രശ്നം. മുട്ടിന് ക്യാമിയോസ് ഉണ്ട്. അടുത്ത ചാപ്റ്ററിലെ ക്യാരക്ടർ ആയിരുന്നാൽ നല്ലത്, അല്ലെങ്കിൽ ഹിറ്റ് മെത്തേഡായ ക്യാമിയോ കൂട്ടിയിട്ട് കത്തിക്കൽ മാത്രമാവും. ഒരുപാട് സൂപ്പർ ഹീറോ മൂവീസ്, സ്റ്റോറീസ് കണ്ടിട്ടുള്ളവരെ പോലും എക്സൈറ്റ് ചെയ്യിക്കുന്നത് മലയാളത്തിൽ ഇല്ലാതിരുന്ന സാധനങ്ങൾ വരുന്നുണ്ട് എന്നതാണ്. ഇൻഡസ്ട്രി ഹിറ്റിലെ പോരായ്മകൾ കൂടുതൽ ചെയ്യുന്നില്ല. പ്രതീക്ഷിക്കാതെ കിട്ടിയ ഹിറ്റിനെ ആഘോഷിക്കാം. ഗുണ്ട് ഏതാണ് പൂത്തിരി ഏതാണെന്ന് തീരുമാനിക്കാൻ വരട്ടെ. അട്ടർ ഫ്ലോപ്പ് ഗുണ്ടുമായി ഫഗത് കൂടി വന്നിട്ടുണ്ട്. എല്ലാം കൂടി ആയിട്ടൊരു തീരുമാനത്തിലെത്താം.